ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, സോപ്പ് ഫാസ്റ്റ് ട്രാക്ക്. ഇവിടെ എവിടെ ഡിഷ് വാഷ് ചെയ്തെന്നാ പറഞ്ഞേ? ഡിഷ് വാഷ് ചെയ്യാന്നല്ലേ? ഓഫീസ് പബ് എന്ന് പറഞ്ഞ പബ്ബിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചപ്പോ ഡിഷ് വാഷിംഗ് ആണോ ഉദ്ദേശിക്കുന്ന ജോലി? കാര്യം അത് മാത്രമല്ല, പാത്രം കാര്യം അതുപോലും മര്യാദയ്ക്ക് അറിയില്ല കേട്ടോ. സത്യമായിട്ടും വെള്ളക്കാരനെ പോലെ ഇരിക്കുന്ന ഒരു പുള്ളിക്കാരൻ വന്നു. പുള്ളിക്കാരൻ തമിഴ്നായിരുന്നു. പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു. പുള്ളിക്കാരൻ അവർ പറഞ്ഞു അവരൊരു ചെറിയൊരു ടേക്ക് ഔട്ട് റെസ്റ്റോറൻറ്റുകൾ നടത്താനുണ്ട്, ഇടാൻ പ്ലാൻ ഉണ്ട്, അത് അടുത്ത ആഴ്ച ഓപ്പൺ ആവും. അവർക്ക് അതിനകത്ത് സെർവറിന് ആവശ്യം, ഷെഫല്ല സെർവറിന് ആവശ്യമുണ്ട്. അപ്പോ സെർവർ അപ്പൊ അവിടുത്തെ ട്രഷർ ആയപ്പോഴേക്കും ബാക്കിലൊന്ന് ഡിഷ് വാഷിംഗ് ചെയ്യണം, പ്രപ്പും ഹെൽപ്പും എല്ലാം ചെയ്ത് കൊടുക്കണം. ഇതാണ് എന്റെ ജോലി. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമുണ്ടോ? ഞാൻ അതിനെ മറ്റേ തള്ളി വെച്ചേക്കുന്ന മിസ്സസ് ആഗിൽ ഡിഷ് വാഷിംഗ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട് 4 മാസം. വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഇപ്പൊ പുള്ളിക്കാരൻ ഫസ്റ്റ് ദിവസം ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ പുള്ളിക്കാരന്റെ അളിയൻ, അതായത് എന്റെ ശരിക്കുള്ള ബോസ് റൂബൻ എന്ന പുള്ളിയുടെ പേര്, ഫസ്റ്റ് ദിവസം പറഞ്ഞത് ഡിഷ് വാഷിംഗ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യത്തെ പാത്രം കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ മൊത്തം നനഞ്ഞിങ്ങനെ കുളിച്ച് നിൽക്കും നല്ല രീതിയിൽ. പുള്ളിക്കാരൻ നീ എവിടെ ഡിഷ് വാഷ് ചെയ്തെന്നാ പറഞ്ഞേ? ഡിഷ് വാഷ് ചെയ്തെന്നല്ലേ പറഞ്ഞേ? പുള്ളി എന്നിട്ട് നാട്ടിൽ പുള്ളി പാത്രം കഴിക്കാൻ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഏത് തിരക്കില്ലാലേ. ഓ നല്ല ബുദ്ധി. അപ്പൊ അങ്ങനെ തുടങ്ങി. അപ്പൊ അങ്ങനെ കേറി വന്നപ്പോ തന്നെ എനിക്ക് വിന്നുന്ന സമയത്ത് ജോലി കിട്ടി.